ഹായ് നമസ്തേ വെൽക്കം ബാക്ക് വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വീണ്ടും ഇന്നത്തെ ഗോൾഡിൻ്റെ പെർഫോമൻസ് ആണ് ഭയങ്കര ഒരു അപ് ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ് ഗോൾഡ്. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നല്ല ഹോൾഡ് ചെയ്തെടുക്കാൻ നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്, നല്ല ട്രേഡായിരുന്നു. അപ്പോൾ ഈ നമ്മുടെ സോഫ്റ്റ്വെയർ പ്രകാരം തന്നെ നമുക്ക് ലാസ്റ്റ് 22-ൽ കൊടുത്ത ഒരു 9:30 കഴിഞ്ഞ ശേഷം വന്ന സിഗ്നൽസ് സ്ട്രോങ് ബ്രേക്ക് കാണിച്ച് അവിടെ നിന്ന് 4871 നിന്ന് കയറിയിട്ട് ഇപ്പം 5083-ൽ റണ്ണിങ് ആണ്. മാർക്ക് നോക്കുകയാണെങ്കിൽ 211 പോയിന്റ്സ് അപ് ടെന്നിൽ കയറി നിൽക്കുകയാണ്. ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഇടയ്ക്കൊരു ഡൗൺ സൈഡ് കാണിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ സോഫ്റ്റ്വെയർ ബൈ ഹോൾഡ് ചെയ്യാൻ തന്നെ പറഞ്ഞ അവിടെ ഒരു സ്ട്രോങ് സെല്ല് തന്നിട്ടില്ല. അപ്പം നല്ല റിട്ടേൺസ് തന്നെയാണ് പോയിരിക്കണേ. ഇന്നും മാർക്കറ്റ് മോർണിംഗിൽ അടിച്ചു കയറി, മോർണിംഗ് നല്ലൊരു ട്രേഡായിരുന്നു. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് 1 hour 30 minutes ആണ്. പക്ഷേ നമുക്ക് സ്കാൽപ്പിംഗ് ട്രേഡുകൾക്കാണ് നമ്മുടെ 1:5:15 സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ 1 hourലെ പെർഫോമൻസ് ആണ്. 1 hour കൂടാതെ 30-ലും നമ്മുടെ സോഫ്റ്റ്വെയർ കാണിച്ച പെർഫോമൻസും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള ലൈവ് പെർഫോമൻസ് നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടോ കോൺടാക്ട് ചെയ്താൽ മതി. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ ഇത് 30 minutes താഴെ ഞാൻ 1 hour 2 സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഗ്രീൻ കളർ അപ്പാരോ ആണ് ബൈ ട്രേഡ്, നമ്മുടെ റെഡ് ആണ് സെല്ല്. ഇപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്ന ബൈൻ്റെ ഇൻഡിക്കേഷനാണ് മേളിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ എൻട്രി പോയിന്റും താഴെ 3 ടാർഗറ്റുകളും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സിഗ്നലിൽ വരുമ്പോൾ നമുക്ക് ഇതുപോലെ അലേർട്ട് മെസ്സേജ് കിട്ടും. അതേപോലെ ലേറ്റസ്റ്റ് സിഗ്നൽ ഏതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് മുകളിൽ താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് സിഗ്നലിൽ വരുമ്പോൾ കൺഫേം ചെക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ബൈ ഇൻഡിക്കേഷൻ തരുമ്പോൾ താഴത്തെ ഗ്രീൻ കളറ് നമുക്ക് ഓക്കെ ആണോ, ക്യാൻഡിൽ കളർ ഓക്കെ ആണോ, അതേപോലെ രണ്ടും ഓക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ അടുത്തെങ്ങനെ ട്രേഡ് എടുക്കാം. അവിടുന്ന് നമുക്ക് താഴെ ഗ്രീൻ ആണ് ഹോൾഡ് ചെയ്യുക. നമുക്ക് താഴത്തെ ഇത് 3 ടാർഗറ്റ് ഹിറ്റ് ചെയ്ത പോർഷനാണ്. ഇപ്പോൾ ഇതിപ്പോൾ ആദ്യത്തെ ട്രേഡ് കഴിഞ്ഞ് മാർക്കറ്റ് ചെറുതായിട്ട് ഇറങ്ങാൻ നോക്കിയതിന് ശേഷമാണ് പിന്നെ കയറിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇവിടുന്ന് ഒരു ഡൗൺ ഇൻഡിക്കേഷൻ ഡൗൺ അല്ല, ഒരു ട്രേസ്മെൻറ്റ് ചെറിയൊരു ഇറക്കം. പക്ഷെ അവിടെ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറയുന്നില്ല, അവിടെ ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാം. പക്ഷെ നമ്മൾ പ്രോഫിറ്റിലാണെങ്കിൽ ഇവിടെ എക്സിറ്റ് ചെയ്തിട്ട് ഇവിടെ തിരിച്ച് രണ്ടാമത് കയറുമ്പോൾ എൻട്രി എടുത്താലും മതി. ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുമ്പോൾ ഇപ്പം ചെറിയൊരു ട്രേസ്മെൻറ്റ് നമുക്ക് ആ സപ്പോർട്ടിനെ ടച്ച് ചെയ്ത് നമ്മൾ തിരിച്ചിറങ്ങാൻ നോക്കുന്നു. പക്ഷേ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് 15 ഇതിലൊക്കെ ബിയറിഷ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ ആയിട്ടില്ല. താഴെ നമുക്ക് കുറച്ചുകൂടെ ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ആ ട്രേഡ് ഹോൾഡ് ചെയ്യാം. കാരണം ഇവിടുന്ന് ഒരു ഡൗൺ ഇൻഡിക്കേഷനിൽ തിരിച്ച് കയറും നമ്മുടെ സോഫ്റ്റ് കാണിക്കുന്നുണ്ട്. അവിടെ ഇനി റെസിസ്റ്റൻസിനെ കട്ടി തിരിച്ച് പിന്നെയും മാർക്കറ്റ് കയറാനാണ് ചാൻസ്. താഴത്തെ ബാർ കളർ മാറുന്നവരെ ഹോൾഡ് ചെയ്യാം, അല്ല ക്യാൻഡിൽ കളർ ചേഞ്ച് ആവുന്നവരെ. ക്യാൻഡിൽ കളർ നമുക്ക് റിവേഴ്സ് പോവുകയാണെങ്കിൽ അവിടുന്ന് ട്രെൻഡ് ലൈൻ ചേഞ്ച് ആവുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എക്സ്ട്രാ കളറും വരും. ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇതിനു മുമ്പ് തന്ന ബൈ ഇൻഡിക്കേഷൻ നമുക്ക് മാർക്കറ്റ് നല്ല രീതിക്ക് അടിച്ചു കയറി ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ചിറങ്ങാൻ ശ്രമിച്ചു, പിന്നെ റിവേഴ്സിൽ തന്നിട്ടാണ് പിന്നെ കയറിയിരിക്കുന്നത്. ഈ സൈഡ് വേസ് എക്സ്ട്രാ കളറാണ് സൈഡ് വേസ് കൊടുക്കുന്നത്. ഇവിടെ സെൽ ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവിടെ എക്സ്ട്രാ കളറാണ് കാണിച്ചിരുന്നത്. അവിടെ ഒരു സ്ട്രോങ് ഡൗൺ ആയിട്ടുള്ള ഇൻഡിക്കേഷൻ തന്നിട്ടില്ല. അതാണ് നമുക്ക് ഡൗൺ ഇല്ല എന്ന് തന്നെ സോഫ്റ്റ് പറയുന്നുണ്ട്. അതേപോലെ മാർക്കറ്റ് തിരിച്ചു കയറി. പക്ഷെ അവിടെ 30 minutes നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഡൗൺ സൈഡ് തന്നിരുന്നു, ഒരു ചെറിയ ഡൗൺ ഇറങ്ങിയിട്ടുമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് തിരിച്ചു പോയിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെയും നമുക്കൊരു ഡൗണിൻ്റെ സിഗ്നൽ തന്നെങ്കിലും കൺഫേം ആയില്ല, അവിടുന്ന് മാർക്കറ്റ് തിരിച്ചു കയറുകയാണ് ചെയ്യുന്നത്. അതിന് മുമ്പ് നമുക്ക് ഡൗൺ നോക്കുകയാണെങ്കിൽ ഡൗൺ ഇൻഡിക്കേഷൻ ചെറുതായിട്ടുണ്ടാകും. പക്ഷേ അവിടെ പ്രോപ്പർ സൈഡ് വേസ് ആയിരുന്നു. സോഫ്റ്റ് അവിടെ കളർ ചേഞ്ച് തന്നിട്ടുണ്ട്. റെഡ് കൺഫേം ആയെങ്കിലും നമുക്ക് എക്സ്ട്രാ കളർ തരുന്നതുകൊണ്ട് നമുക്ക് അവിടെ സൈഡ് വേസ് ട്രെൻഡ് നമുക്ക് തിരിച്ചറിയാൻ എളുപ്പമാണ്. അതിന് മുമ്പ് 3 ദിവസം കണ്ടിന്യൂഷൻ ബൈ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു ഡൗൺ വന്നത്. പിന്നെ ഇപ്പോൾ കണ്ടിന്യൂഷൻ ആയിട്ട് 3 ദിവസമായിട്ട് ഇപ്പോഴും ബൈ സൈഡ് നോക്കുക കയറിക്കൊണ്ടിരിക്കുന്നു. നല്ല റിട്ടേൺസ് ആണ്. ഇപ്പോൾ ലാസ്റ്റത്തെ സിഗ്നൽ നമുക്ക് 23-ൽ തന്ന സിഗ്നലിൽ നിന്ന് തന്നെ നമുക്ക് 127 പോയിന്റ്സോളം അപ് ട്രെൻഡിൽ കയറി നിൽപ്പുണ്ട്. നമുക്ക് 3 ടാർഗറ്റ് താഴെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ 1 hour നോക്കുകയാണെങ്കിൽ അവിടുന്ന് 3 ദിവസമായിട്ട് ബൈ ഹോൾഡ് ചെയ്യാനാണ് പറഞ്ഞത്. ഇടയ്ക്ക് ഇവിടെ ഒരു ഡൗൺ ഇൻഡിക്കേഷൻ തന്നിട്ടില്ല, അത് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ അവിടെ 30 minutes അവിടെ ഒരു ചെറിയ ഡൗൺ തന്നിരിക്കുന്നുണ്ട്. അവിടെ ഡൗൺ നമുക്ക് തന്നിട്ടുണ്ട്, പക്ഷേ കൺഫേം അല്ല. താഴത്തെ ബാർ നമുക്കവിടെ ഓക്കെ അല്ല. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഈ സ്ട്രാറ്റജി നിങ്ങൾക്ക് ലൈവിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് വേണ്ടി കോൺടാക്ട് ചെയ്യും. താങ്ക് യു.